ഇതുപോലുള്ള ഈ കാടുകളും നമുക്ക് അത്യാവശ്യം കൃഷി സ്ഥലങ്ങളും ഒക്കെ കേൾക്കണമെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ ഉള്ളൊരു കക്ഷിയാണ് ഷിഹാബ്. ഷിഹാബ് ഇപ്പം ഈ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കാട് വെട്ടി തെളിക്കണേലോ ഷിഹാബിനെ വിളിക്കാവുന്നതാണ്. ഷിഹാബിൻ്റെ നമ്പർ ഞാൻ ഇതിനടിയിൽ കൊടുക്കാം. കാരണം നമ്മുടെ ടീമിൽ ആൾക്കാർ കുറവാണ്. നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പർ കൊടുത്തതിന് ശേഷം അദ്ദേഹത്തോട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ സമയത്തിനനുസരിച്ച് വന്ന് നല്ല വൃത്തിയായിട്ട് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ഞാൻ കാണിക്കാം അവിടെ എങ്ങനെ വൃത്തിയായിട്ട് കിടക്കും എന്നുള്ളത്. ഇന്ന് ഞാൻ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു ഇതാണ്. കാട് വെട്ടാൻ നമ്മൾ ആൾക്കാരെ തപ്പാടക്കാറുണ്ട്, ആൾക്കാരെ കിട്ടുന്നില്ല. ആ സമയം ഷിഹാബിനോട്ട് സംസാരിച്ചു. ഷിഹാബ് നമ്മുടെ അടുത്ത് വന്നതാണ്. അന്നേരം ഞാൻ ഒരു വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എടുത്താണ്. അപ്പോൾ ഇദ്ദേഹം പ്രിപ്പറേഷൻ ആവശ്യമാണ്. നമ്മുടെ സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഇത് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇദ്ദേഹം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഈ ബനിയന്റെ ഒരു ഉപയോഗം കൂടി ഇദ്ദേഹം പറയും. അതോടെ നമുക്ക് കേൾക്കാം. മാസ്ക് ആവേണ്ടി മാസ്ക് ആവും. അല്ലാതെ രാത്രിയുണ്ട്. അപ്പം കൂടുതൽ ബുദ്ധിമുട്ടാകുമ്പോൾ ബിരിയാണി ഇങ്ങനെ ഭയങ്കര ഉപയോഗമായത് കേട്ടോ. നമ്മൾ തോർത്തുകൊണ്ട് ഇട്ട് ഇത്രയും ചെവിയൊന്നും ക്ലിയർ ആകത്തില്ല. വേറൊരു പരിപാടിയുണ്ട്. ഇല്ല, ഒരു പ്രാവശ്യം നമുക്ക് ഇട്ട് കഴിയുമ്പോഴത്തേന് തുണി മുഴുവൻ അങ്ങ് വല്ലാണ്ടാകും. പുല്ലടിച്ച് കഴിയുമ്പോഴത്തേന് തുണി കഴിയാതെ തുണിയിലെ പോകത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ ആദ്യമൊക്കെ തുണി കളയുകയായിരുന്നു. പിന്നീടത്തെ പരിപാടിയാണ്. ഇതുപോലെ കാട് തെളിക്കുന്നതിന് നമ്മളെ ആളെ കിട്ടാറില്ല. അതുകൊണ്ട് ആവശ്യഘട്ടങ്ങളിൽ ഏതൊരു എമർജൻസി ആണെന്ന് പറഞ്ഞാലും ഇദ്ദേഹത്തെ വിളിച്ചാൽ കിട്ടും. വായ്പൂര് സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ അടുത്ത മല്ലപ്പള്ളി ഈ പരിധിയിൽ വിളിച്ചാൽ ഒരു 19 കിലോമീറ്ററിനകത്തൊക്കെ ഇദ്ദേഹം വരുമെന്നാണ് പറഞ്ഞത്. ഇദ്ദേഹത്തെ ഫോൺ നമ്പർ ഇതോടൊപ്പം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം നിലവിൽ അത്യാവശ്യം ഉണ്ട് ചോദിച്ചുകൊണ്ടേ. എടുക്കാം കേട്ടോ. നല്ല സ്ഥലം ഇതല്ലേ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോലെ കാട്ടുള്ള സാധനം. രണ്ട് റൗണ്ട് ആകത്തില്ലേ? ഒന്ന് മേലും താഴെ വിട്ടില്ലേ? അല്ല രണ്ട് റൗണ്ട് രണ്ട് ലൈനിലോട്ട് പോകണമല്ലോ. ഇവിടെ ഞെക്കിയിട്ട് വലിക്കുക. ആവശ്യം ഇറങ്ങി വരണം. ഓ, എന്നാലേ കറക്റ്റ് ആയിട്ടുള്ളൂ. ഇന്നലെ കറക്റ്റ് ആയിട്ടുള്ളൂ അല്ലേ? രണ്ട് സൈഡ് ഒരേ നീളത്തിൽ കിടക്കണം. ഓ, ഇങ്ങനെ കൂടി കിടന്നാൽ കൈ വൈബ്രേഷൻ ആയിരിക്കും. ബാലൻസ് പോയിട്ട് വൈബ്രേഷൻ ആയിരിക്കും. അങ്ങനെ പോകുന്നത് നമ്മളിങ്ങനെ മുറിക്കേണ്ട കാര്യമില്ല. ഇതിന് മേലെ ഷീൽഡ് ഉണ്ട്. ഇവിടെ മേലെ വെക്കുന്നത് ധരിക്കാതിരിക്കാനായിട്ട് ഇവിടെ ഷീൽഡ് ഉണ്ട്. സാധനം നീളക്കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ഓൺ ആയി കഴിയുമ്പോഴത്തേക്ക് മുറിഞ്ഞു പോകും. ഷീൽഡ് അടിച്ച് നമ്മൾ ഷീൽഡ് മാറ്റി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര വള്ളി നീളം കൂട്ടി ഇടണമെങ്കിൽ ഷീൽഡുള്ളത് പറ്റത്തില്ല. ഷീൽഡുണ്ട് പറ്റുകയില്ല. പിന്നെ കല്ലിനിടയ്ക്കൊക്കെ ചെന്ന് അടിക്കുമ്പോൾ ഈ ഷീൽഡ് എന്ന് വെച്ചാൽ അവിടെ മുട്ടുമ്പോൾ അടിക്കാൻ പാടാം. അതിന് ഷീൽഡ് അങ്ങ് അടിച്ച് മാറ്റും. ഷീൽഡ് അടിച്ച് മാറ്റരുതെന്നാണ് പറയുന്നത്. ഡേഞ്ചറാണ്. അപ്പൊ അതേൽ അടിച്ചിട്ട് ബാക്കി ഇങ്ങോട്ട് അടിക്കുകയുള്ളൂ. ഓ, ശരിയാണ്. ഇതിപ്പോ നമ്മളങ്ങ് അടിച്ച് വെച്ച് പുതിയതായിട്ട് ഇതുപോലുള്ള വർക്ക് ചെയ്യുന്നവർക്കും ഒരു പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ കൂടിയാണിത്. ഇതിനകത്ത് എങ്ങനെയാണ് ഇതിനകത്ത് ഈ വള്ളികൾ ഇടുന്നതും അതിനെക്കുറിച്ചൊക്കെ ഇദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. ഇതിനകത്ത് മടക്കി ഇതിനെ ചുറ്റി റൗണ്ട് എടുത്ത് ഇതിന്റെ ലോക്കുണ്ട്. ആ ഫ്രണ്ട് സൈഡ് വരുന്ന ലോക്കിലേക്ക് രണ്ട് എതിർ സൈഡിലേക്കുള്ള ഓരോ ക്ലിപ്പിലേക്കും അതുപോലെ തന്നെ ഇത് തിരിച്ചിട്ടാണ് അടിവശത്തെ മേളോട്ട് എടുത്തിട്ട് മേലൊരു ബ്ലോക്ക് കേസ് ഉണ്ട് അവിടെ ഇടുക. അത് നെക്സ്റ്റ് ആൻഡ് ഓപ്പോസിറ്റ്. അതിന് ശേഷമാണ് ഇത് ചെയ്യുന്നതിനെ കുറിച്ച് നല്ല വിശദമായിട്ട് ഇത് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഒരാൾക്കൊരു പുതിയൊരാൾക്കൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ പുതിയത് പഠിക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് ലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഈ രണ്ട് ഹോളുണ്ട്. ഹോളിനകത്തൂടെ
ഇതൊരു സമയം പണിയല്ലേ? ഇത് കറക്റ്റ് ഇട്ട് ഇതിപ്പോൾ നമ്മൾ പുതിയ മേടിച്ച കവളാണ് ഇത്. മറ്റേ പോയിട്ടേ മറ്റേ നേരത്തെ ഇരുന്നെന്ന് പറഞ്ഞാൽ നമ്മളകത്ത് കയറ്റി വിട്ടേച്ച് ഇതേ പിടിച്ച് ഇങ്ങനെ കറക്കിയാൽ മതിയായിരുന്നു. ഈ ചുറ്റുമായിരുന്നു. ചുറ്റും ഇതങ്ങനെ ചുറ്റത്തില്ല. ലോഡ് ചെയ്തിട്ട് വേണം. ഇപ്പോൾ ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിട്ടു പോകുമ്പം അനുസരിച്ചുള്ളൊരു താമസം. അത് കറക്റ്റ് അല്ല, എതിർ സൈഡ് വരണ്ടേ? രണ്ട് സൈഡ് വരും. അല്ല, അത് ചുടുങ്ങ് തിരിച്ചു ശരിയാവും. ഇല്ല, അത് വളം ഉണ്ടോ? അത് يرحمكم എന്നാ പുല്ലടിക്കാൻ ആൾ വരുമായിരുന്നു അല്ലേ? ഞാൻ ഇവളെ സഹായിക്കാൻ ഒരാളെ കൊണ്ട കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറ്റത്തില്ല, അത് സമ്മതിക്കത്തില്ല. ഇവള് കിടന്ന് കഷ്ടപ്പെടുന്ന വേണ്ടിട്ട് അവർക്ക് സഹിക്കുന്നു. അത് പേര് സമ്മതിക്കത്തില്ല, അറിയത്തില്ലേ? നേരെ ചുമ്മാ ഫ്രണ്ടിൽ നിന്ന് കിട്ടാ അതല്ലേ? ഇതുമായിട്ട് കയറി വീണാ മതി ഇതിനകത്തല്ലേ? കറക്റ്റ് വേണമെങ്കിൽ അത് എത്ര കാടുണ്ടെങ്കിലും ഇതുപോലുള്ള മെഷീൻ ഉപയോഗിച്ച് കാട് നിലയ്ക്കുകയാണെങ്കിൽ പണി എളുപ്പം ഉണ്ടാകുകയും ചെയ്യും. മണിക്കൂറുകളിലാണ് പൈസ അധികം ഈടാക്കുന്നത്. എങ്കിലും നല്ല രീതിയിൽ വൃത്തിയായിട്ട് കാട് തെളിക്കുക. നമ്മുടെ ആളിനെ നിർത്തിയാൽ തീരത്തില്ല. ഇതുപോലുള്ള കാട് വെട്ടി തെളിക്കണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം. ഇതിനടിയിൽ ഇത് കോട്ടാങ്ങ പഞ്ചായത്തിൽ എവിടെയാണെങ്കിലും അല്ലാതെ കോട്ടാങ്ങ പഞ്ചായത്ത് എവിടെ വേണമെങ്കിലും ഇദ്ദേഹം വന്ന് ചെയ്യുന്നതാണ്. മല്ലപ്പള്ളി ബ്ലോക്കിലൊക്കെ ആണെങ്കിലും അടുത്തുള്ള അറൗണ്ട് ഒരു 10-30 കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ തന്നെ വന്നത് വായ്പൂരാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥലം. ഇത് പത്തനംതിട്ട ജില്ലയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുക്കാം. ഷിഹാബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ വീഡിയോ കഴിവതും ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇദ്ദേഹത്തിന് ഒരു വർക്ക് കൂടെ കൂടുതൽ കിട്ടും. പിന്നെ അതുപോലെ നമുക്ക് പല സമയത്തും ഇങ്ങനെയുള്ള ആൾക്കാരെ കിട്ടാൻ വിഷമമുള്ള സമയത്തേക്ക് ഇദ്ദേഹത്തെ വിളിച്ചപ്പോൾ എമർജൻസി ആണെപ്പോഴും ഹാൻഡിൽ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക. നമുക്ക് അറിയപ്പെടുന്ന അടുത്ത ഇതേ പ്രദേശത്തുള്ള ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ ഇദ്ദേഹത്തിനും പ്രയോജനം ഉണ്ടാവും, നമുക്കും അതിൽ പ്രയോജനമായിട്ട് പറയുന്നത്. ഒരു എമർജൻസി ഘട്ടങ്ങളിൽ ഏറ്റവും അത്യാവശ്യം ഒരു കാര്യം കൂടിയാണല്ലോ ഈ കാട് വെട്ടിത്തെളിക്കുക. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ഉടനെ നമ്മുടെ ചാനലിലേക്ക് എത്തുന്നതാണ്.